നമ്മൾ കുറച്ച് ദിവസം മുമ്പുള്ള ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഉം. ഇറാൻ ആണവോർജ സമിതിയുമായിട്ടുള്ള സഹകരണം അവസാനിപ്പിച്ചാൽ വലിയൊരു പ്രശ്നത്തിലേക്ക് വഴിതെളിച്ചു വിടും. കാരണം ഇറാനെ സ്വതന്ത്രമാക്കുക എന്നുള്ളതായിരിക്കും പിന്നീടുള്ള നീക്കം. ഇപ്പോൾ ദാണ്ട വരുന്ന വാർത്ത ഇത് തന്നെയാണ്. അന്താരാഷ്ട്ര ആണവോർജ സമിതിയുമായുള്ള സഹകരണം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇറാൻ. അത് പാർലമെന്റ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇറാന് ആണവോർജ അല്ലെ ആണവായുധ നിർമ്മാണത്തിൽ ഇനി അതിരുകളില്ല എന്നുള്ളതല്ലേ? വളരെ ശരിയാണത്. ഇതുവരെ ഇറാൻ്റെ മേലൊരു ചങ്ങല ഐക്യരാഷ്ട്രസഭയ്ക്ക് എന്ന് പറഞ്ഞാൽ ലോക രാജ്യങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷൻ, അറ്റോമിക് എനർജി ഏജൻസി IAEA എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരു ചങ്ങലയുണ്ടായിരുന്നു ഇതുവരെ. എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങോട്ടാണ് പോകാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുരങ്ങൻ്റെ കയ്യിൽ കഴുത്തിൽ ഇങ്ങനെ കയറിട്ടിട്ട് ചാടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു നിയന്ത്രണം ഇതുവരെ ഉണ്ടായിരുന്നു. എല്ലാ രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ പരസ്പര ഒരു ധാരണയുണ്ട്. ഇപ്പോൾ പറഞ്ഞ ആ സംഗതി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രമാത്രം റേഡിയേഷൻ സംഭവിക്കുന്നു എന്നുള്ളത് നോക്കി ഇത് അവിടെ ഇറാനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ എൻ്റെ വികിരണം എത്രമാത്രം ഉണ്ടെന്ന് പഠിച്ചിട്ട് ഇത് സമ്പുഷ്ട യുറേനിയമാണോ അതോ ഇത് ഏത് ലെവലിലുള്ള യുറേനിയമാണ്, 90% വേണം ബോംബായി മാറാൻ, ഇപ്പോൾ 3%ആണോ 23%ആണോ എന്നൊക്കെ നിശ്ചയിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. ഇപ്പോൾ അത് എന്താ പറഞ്ഞാൽ ആ ചിറകങ്ങ് മുറിഞ്ഞിരിക്കുകയാണ്. ഇറ്റ് ഈസ് കട്ട് ഓഫ്, ദർ ഈസ് നോ കണക്ഷൻ. ഇപ്പോൾ ജനാധിപത്യപരമായിട്ടാണ് നമ്മളീ പറയുന്നത്. ഒരു റോഗ് രാഷ്ട്രം എന്നൊക്കെ പറയുമ്പോൾ ഈദി അമീനെ പോലുള്ള ഒരു ഭരണാധികാരിയൊന്നും അല്ല അവിടെ ഉള്ളത്. ജനാധിപത്യത്തിൽ കൂടി തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റ് തീരുമാനിക്കുന്നു. അതിന് അമേരിക്കൻ പ്രസിഡന്റ് അംഗീകാരം നൽകുന്നത് പോലെ അവിടുത്തെ ഭരണാധികാരിയായിട്ടുള്ള അയത്തുള്ള അലി ഖൊമേനി അംഗീകാരം നൽകണം. അത് മാത്രമേ ബാക്കിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ അംഗീകാരം വേണമെന്ന് മാത്രമാണ് അവിടെ അധികമായിട്ടുള്ള ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒന്ന്. അദ്ദേഹത്തിൻ്റെ അംഗീകാരം കൂടി കിട്ടിയാൽ കട്ട് ഓഫായി. ഐക്യരാഷ്ട്രസഭയുമായിട്ട് കംപ്ലീറ്റ് ഇറാൻ കട്ട് ഓഫായി. ഇനി ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് ഒരൈഡിയ അവർക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബംഗാളിൽ CBI നിരോധിച്ചു, CBI വരുന്നത് നിരോധിച്ചു. അപ്പോൾ പിന്നെ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? മമതാ ബാനർജിയുടെ അംഗീകാരത്തോട് മാത്രമേ ആ ബംഗാളിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ എന്നുള്ള സ്ഥിതി വന്നു എന്ന് പറയുന്ന പോലെ ഇനിയിപ്പോൾ IAEAക്ക് ഇറാനിൽ കാലുകുത്തണമെങ്കിൽ ഇവർ സമ്മതിക്കണം. കിട്ടുന്ന ഇവർ ഞങ്ങൾ പറയുന്നത് നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരണ്ട പരിശോധനയ്ക്കോ മറ്റൊന്നിനും അവർക്ക് പറ്റില്ല. അപ്പോൾ ഇതുകൊണ്ട് നഷ്ടം സംഭവിച്ചിരിക്കുന്നത് എന്തിനാണ്? ലോക സമാധാനത്തിനാണ്. ഈഗോ സാറ്റിസ്ഫൈ ചെയ്തു ഇസ്രായേലും അമേരിക്കയും. താങ്കൾ അവിടെ വലിയ നശീകരണ പ്രവർത്തനം നടത്തിയെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം മനസ്സിലാവുന്നത് നേരെ നെഗറ്റീവായിട്ടുള്ള ഫലം. ഇപ്പം രഞ്ജനിക്ക് എന്ത് തോന്നുന്നു ഇതിൽ നിന്ന്? ഈ റെഗുലേഷനും കൂടി ഇല്ലാതാവുന്ന, തുടലില്ലാതെ ഒരു രാഷ്ട്രം. പണ്ട് നമ്മൾ ഒരു മൃഗത്തിനെ തുടലിട്ട് നടത്തിയിരുന്നു. ഇപ്പം തുടലില്ലാതെ അത് പാഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ വന്നത്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ആണവായുധങ്ങളും ഇഷ്ടം പോലെ ഇനി വീണ്ടും ഒരു അറ്റാക്ക് ഉണ്ടായവർ വീണ്ടും ആണവായുധം തന്നെ എടുത്ത് പ്രയോഗിക്കത്തക്ക രീതിയിലേക്ക് സെൻട്രിഫ്യൂജ് നടത്താനും ഒക്കെ ഇനിയും ആരും അവരുടെ പിന്നെ ചാരവലയങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ റഡാർ കൊണ്ടോ അവരെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു നിയന്ത്രണവും ഇല്ല. വരുന്ന വാർത്തകൾ ശരിക്കും ഫോർദോയിലാണ് ഏറ്റവും കൂടുതൽ അവരെ അറ്റാക്ക് ചെയ്ത് അമേരിക്കയും ഇസ്രായേലും അറ്റാക്ക് ചെയ്തത്. കാരണം അവിടെ യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നു, പുതിയ ആണവായുധ നിർമ്മാണമുണ്ട് എന്നുള്ള ഒരു പേരിലാണ്. അതുകൊണ്ടാണ് വളരെ ബെസ്റ്റ് ബോംബുകൾ ഉൾപ്പെടെയുള്ളതാണ് അവിടെ വിക്ഷേപിച്ചത്. പക്ഷെ അവിടെ യാതൊന്നും ഉണ്ടായില്ല. അവരതിനു മുമ്പേ വേണ്ടുന്നതൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞിരുന്നു. കാരണം അവർക്ക് അതിനുള്ള ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. ഒരു പക്ഷേ ഇസ്രായേൽ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പക്ഷേ എടുത്ത് മാറ്റിയിരിക്കുക. അവർക്കും ചാര പ്രവർത്തിച്ചിരുന്നവർ കാണുമല്ലോ. കാരണം ഒന്നും തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇത്രയും ബസ്റ്റർ ബംബറുകൾ ഉൾപ്പെടെ ഇട്ടിട്ട് പോലും അണുവികിരണങ്ങളോ യാതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അവിടെ യാതൊന്നും സംഭവിച്ചിട്ടില്ല. അത് തരിപ്പണമായി എന്നുള്ളതല്ലാതെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പക്ഷെ അത് അമേരിക്ക അംഗീകരിക്കുന്നില്ല. അപ്പൊ ഇപ്പോൾ ഇനി ഒരു അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഇവർക്ക് തിരിച്ചടിക്കാം. കാരണം ഇവർ യാതൊരു എഗ്രിമെന്റിലും യാതൊന്നിലും ഒപ്പിടുന്നില്ല. അവർ അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. ശരിക്കും ഇവർക്ക് പറഞ്ഞ പുറകെ കിടക്കുന്ന വടിയെടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ അതാണ്, വടി കൊടുത്ത് അടി വാങ്ങിച്ചു എന്ന് പറയുന്നു. വേറൊരു കാര്യമുണ്ട്. പക്ഷെ ട്രംപ് അദ്ദേഹത്തിൻ്റെ ബുദ്ധി കൊണ്ട് ഒരു കാര്യം ചെയ്തിരുന്നു ഇതിനു മുമ്പ്. അതായത് ഞങ്ങൾ 2 ആഴ്ച സമയം കൊടുക്കുകയാണ് ഇറാൻ എന്ന് പറഞ്ഞു. ഇന്ത്യ കാണിച്ച ഒരു തന്ത്രമാണ്. മോദിയുടെ തന്ത്രം തന്നെ. അത് കണ്ടുപഠിച്ച് മോദിക്ക് പഠിച്ചതാണെന്ന് തോന്നുന്നു.
മോദി എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ സൈറൺ വിളിക്കും, ആ സമയത്ത് എല്ലാവരും ബങ്കറുകളിലേക്ക് നീങ്ങണം എന്ന് പറഞ്ഞ് 22 ഒരു ദിവസവും കൊടുത്തു. ഈ ഇത് കേട്ടപ്പോൾ പൊട്ടന്മാർ പാകിസ്ഥാൻ എന്ത് വിചാരിച്ചു? അപ്പോൾ അത് കഴിഞ്ഞേ ഉള്ളൂ യുദ്ധം എന്നും പറഞ്ഞു പാകിസ്ഥാൻ. പക്ഷേ ട്രംപ് മന്ദബുദ്ധിയാണ്. അയാള് കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആണവ നിലയങ്ങൾക്ക് നേരെ ഞങ്ങൾ പ്രയോഗിക്കുന്നു. ആമാര് 2 ആഴ്ചക്കകത്ത് എന്ത് ചെയ്തു? ഇതിനകത്ത് എല്ലായിടത്തും സാധനം എടുത്ത് അവര് മാറ്റി കഴിഞ്ഞു. പാകിസ്ഥാൻ അത്രയും പോലും ബുദ്ധിമുട്ടായി. അവർക്ക് ശരിക്കും 3 ആണവ നിലയങ്ങൾ മാത്രമല്ല, ശരിക്കും പുറം രാജ്യങ്ങൾ അറിയാത്ത പല നിഗൂഢ നിലയങ്ങൾ ഇവർക്ക് ഉണ്ടെന്നാണ് വരുന്ന വാർത്തകളൊക്കെ. അതിലോട്ടൊക്കെ അവർ മാറ്റി സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്തേക്ക് മാറ്റി. ഒരുപക്ഷെ സാർ പറഞ്ഞതുപോലെ 90% യുറേനിയം സമ്പുഷ്ടീകരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പുതിയ ആണവായുധമായിട്ട് മാറിയിരിക്കാം. അത് ഒരുപക്ഷെ ട്രംപൊക്കെ പേടിച്ചിട്ടുണ്ട്, പുതിയൊരു ആണവായുധം രൂപീകരിക്കുന്നു എന്നൊരു വാർത്തയാണ്. ഒരുപക്ഷെ അത് മാറിയിരിക്കും, ഈ സമയത്തിനുള്ളിൽ തന്നെ അത് മാറിയിരിക്കാം, നമുക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ മോദി ഇവിടെ പറഞ്ഞത് നമ്മൾ ഇതേപോലെ മോക്ക് ട്രയൽ ഇതുവരെ നടത്തുന്നുണ്ട്, എല്ലാരും ബങ്കറുകൾ കയറി ഒളിക്കുക. അപ്പം ഇവിടെ മോക്ക് ട്രയൽ, അപ്പൊ അവര് അടിക്കത്തുള്ളൂ. കൃത്യമായിട്ട് അവർക്ക് തിരിച്ചടി കൊടുക്കുമെന്ന് കൂടി സൂചന നൽകി. എന്നിട്ട് കൃത്യമായിട്ട് ഇവന്മാര് വിചാരിച്ചു മറ്റേ അധിനിവേശ പ്രദേശങ്ങളിലൊക്കെ മറ്റേ സൈനികർക്ക് നേരെ ആയിരിക്കും, അഥവാ അങ്ങനെ വെടിയെങ്ങണോ എതിർക്കും. ഇത് ഒട്ടും പ്രതീക്ഷ, ബെമ്മോസ് ഉൾപ്പെടെയുള്ള സംഗതികളൊന്നും ഒരു പ്രതീക്ഷയിലെ 8-9 എണ്ണം ചടപടാന്ന് ഒറ്റ എരിപ്പനാന്ന് പോയി. അപ്പൊ ട്രംപ് മോദിയായിട്ട് കമ്പയർ ചെയ്യണം. മോദി വേറെ ജെൻസാണ്. മോദി അല്ല എന്ന് മാത്രമല്ല, അതിപ്പോ മറ്റന്നാളിലേ ഉള്ളല്ലോ. എന്നാ പിന്നൊന്ന് സുബഹ് നമസ്കാരം നടത്താമെന്നും പറഞ്ഞ് ഷഹബാസ് ഷെരീഫ് പള്ളിയിലോട്ട് പോയി മുട്ടുകുത്തി കിടന്ന സമയത്താണ് മിസൈലുകൾ ചെന്ന് അങ്ങോട്ട് ആക്രമിച്ച് തുടങ്ങുന്നത്. അപ്പോഴാണ് നെഞ്ചത്ത് അടിച്ച് നിലവിളിച്ചും കൊണ്ട് നമ്മുടെ അസീഫ് മുനീർ അങ്ങോട്ട് വരുന്നത്. അദ്ദേഹം പോയി, നീ പോയി നേരെ ഭൂമിക്കടിയിലെങ്ങാണ് വിളിച്ച് മൂപ്പര് വിട്ടുന്ന മിസൈലാണ്, ചിലപ്പോൾ നിൻ്റെ തലയ്ക്കായിരിക്കും. കേട്ടാതി പട്ടാള മേധാവി ഭൂമിക്കടിയിൽ ഉഴച്ചു. നമുക്കന്ന് ബസ്റ്റർ ബോംബറില്ലല്ലോ, ഭൂമിക്കടിയിൽ വെച്ചാൽ സേഫ് ആണെന്ന് വിചാരിച്ചു. മുഴുവൻ നശിപ്പിച്ച് കഴിഞ്ഞാൽ പുള്ളി തലപ്പുറത്ത് ഇട്ട് പുറത്ത് വരുന്നത്. ആ ഭൂഗർഭത്തിൽ തലപുറത്തിട്ട് വന്നപ്പോഴാണ് നിനക്ക് ഫീൽഡ് മാർഷൽ ഇത്രയും നാൾ ഒളിച്ചിരുന്നില്ലയോ എന്ന് പറഞ്ഞ് കൊടുത്തത്. ഇതുപോലെ ഒരു അത്ഭുതവും സൃഷ്ടിക്കാൻ രഞ്ജിനി എനിക്ക് ഉറപ്പാണ് ഇസ്രായേലും അമേരിക്കയും കൂടെ വിചാരിച്ചിട്ടും ഇറാനിൽ നടത്തിയില്ല. ശക്തി പറഞ്ഞ നമ്പർ 1 എന്ന് പറയുന്നത് ഭാരതമാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അല്ല, ഈ ബസ്റ്റർ ബങ്കർ ബോംബറുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്ക വിക്ഷേപിച്ചത് 50 അടി പോലും എത്തിയില്ലെന്നൊക്കെയാണ് വരുന്നത്. അവർക്ക് അതിനടിക്കാണ് അവരുടെ ഇതെല്ലാം കിടക്കുന്നത്. ഇപ്പൊ പറയുന്നത് ഇറാന് പാറ പൊട്ടിച്ചു കൊടുത്തു അമേരിക്ക സൗജന്യമായിട്ട്. അങ്ങനെയാണ് അവർ അമേരിക്കയുടെ ചെലവിൽ പാറ പൊട്ടിച്ചു കൊടുത്തു. അവിടെ കുറെ കെട്ടിടങ്ങൾ, അടിയുറപ്പുള്ള കുറെ കെട്ടിടങ്ങൾ ഉണ്ടാക്കാം. കാരണം എപ്പോഴും ഭൂകമ്പം ഉണ്ടാകുന്ന രാജ്യമാണ്. അപ്പൊ ആ പാറക്കല്ല് വെച്ച് കുറച്ച് കെട്ടിടങ്ങൾ ഉണ്ടാക്കാം. ഇതിപ്പോ ഇറാനെ ഫ്രീ ആയിട്ട് വിടുമ്പോഴത്തേക്കും അത് ഇനിയിപ്പം അവർ കൂടുതൽ ആർജിക്കുകയാണ് ചെയ്യുന്നത്. അവർ കൂടുതൽ ഇസ്രായേലിനെ ഇനി തരിപ്പണമാക്കണം എന്നുള്ള ലക്ഷ്യമുള്ളൂ. ഒരു പക്ഷെ അമേരിക്ക അവർ വിട്ടേക്കാം, ഇസ്രായേലിനെ അവർ വിടുമെന്ന് തോന്നുന്നില്ല. കാരണം ഇനി തീർത്തും അത് ഹമാസിനോട് ചെയ്യുന്ന അല്ലെങ്കിൽ പലസ്തീനോട് കാണിക്കുന്നത് ഇറാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഇനി എന്തായാലും ഇറാൻ അതിനെ തിരിച്ചടിക്കും. ഒരു പക്ഷേ ഈ മുന്നോട്ട് ചാടാൻ ആക്കം കൂട്ടാനുള്ള ഒരു പിൻവലിയലാണോ എന്നുള്ളതാണ് സംശയം. കാരണം പുതിയൊരു ആണവായുധമാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. അത് എങ്ങനെ നിർമ്മിച്ചു കഴിഞ്ഞോ, അവരുടെ കസ്റ്റഡിയിലുണ്ടോ, അതോ ഈ പറഞ്ഞോണം ബോംബറുകൾ അതിനെ തകർത്തോ ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല. അതൊക്കെ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അന്വേഷണങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. എന്ത് തന്നെയായാലും അവർക്ക് ഈ പറഞ്ഞോണം സ്വാതന്ത്ര്യം നൽകുകയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്തത്. കറക്റ്റ്. അതുപോലെ തന്നെ രഞ്ജനി പറഞ്ഞതുപോലെ തന്നെ പ്രതീകാത്മകമായി പറയുകയാണെങ്കിൽ മുറിവേറ്റ ഒരു മൂർഖൻ പാമ്പാണ് ഇപ്പോൾ ഇസ്രായേൽ. അപ്പോൾ ലോകം കൂടുതൽ അസ്ഥിരമായിരിക്കുന്നു. അസ്ഥിരത മാറ്റാൻ വേണ്ടിയാവുന്ന ചേട്ടൻ ഇസ്രായേലും അമേരിക്കയും കൂടെ ഈ വിഡ്ഢിത്തം കാണിച്ചത്. ലോകം പക്ഷേ ഇപ്പോൾ കൂടുതൽ അസ്ഥിരമായിരിക്കുന്നു എന്നാണ് നമ്മളിനി കാണാൻ.